നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും MP ജയരാജൻ. ജില്ലാ കമ്മിറ്റിയിലേക്ക് 11 പുതുമുഖങ്ങൾ. കേരളത്തെ പ്രതിനിധീകരിക്കുന്ന 2 കേന്ദ്രമന്ത്രിമാരും പൊതുശല്യമെന്ന് MP ജയരാജൻ. മുകേഷിനെ ന്യായീകരിച്ച് CPM വനിതാ നേതാക്കൾ. പീഡനക്കേസിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തട്ടെ എന്ന് വനിതാ കമ്മീഷൻ. കടവത്തൂരിൽ പുല്ലുതിന്ന 2 പശുക്കൾ ചത്തു. ഭക്ഷ്യവിഷബാധയെന്ന് പ്രാഥമിക നിഗമനം. ദേശീയപാതയോരത്തെ സമാന്തര റോഡിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം. വിലക്ക് പാലത്തിലെ സർവീസ് റോഡിൽ വലിപ്പമേറിയ വാഹനങ്ങൾക്ക്. പിന്നിൽ ടോൾ പിരിവ് സംഘമെന്ന് ആരോപണം. വാർത്തകൾ വിശദമായി. ബജറ്റ് വിഷയത്തിൽ കേരളത്തിനെതിരെ സംസാരിച്ച 2 കേന്ദ്രമന്ത്രിമാരും പൊതുശല്യമെന്ന് CPM ജില്ലാ സെക്രട്ടറി MP ജയരാജൻ. ആദിവാസി ക്ഷേമ വകുപ്പ് ഭരിക്കാൻ ഉന്നത സ്ഥാനക്കാർ വേണമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന പഴയ ജന്മി വ്യവസ്ഥയുടെ മേധാവിത്വ സ്വരമാണ്. കേന്ദ്ര സർക്കാരിന്റെ ക്രൂരമായ അവഗണനയുടെ സ്വരമാണ് ഈ മന്ത്രിമാർക്കെന്നും MP ജയരാജൻ പറഞ്ഞു. തീവ്ര ദുരന്തമായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. പക്ഷേ ആ പ്രഖ്യാപന കടലാസിൽ മാത്രം, മറ്റൊന്നും ചെയ്തില്ല. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് കേന്ദ്രമന്ത്രിമാരായ BJP നേതാക്കൾ 2 പേരും, ഏതെങ്കിലും ഒരാൾക്ക് മാത്രമാണ് ആ പ്രതികരണം ഉണ്ടായതെങ്കിൽ അത് നാക്കിലെ പിഴയാണെന്ന് പറയാമായിരുന്നു. ചില മാധ്യമങ്ങൾ തലക്കെട്ടെഴുതിയത് നാക്ക് പിഴയെന്നാണ്. 2 പേരും പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാക്ക് പിഴയല്ല, കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന ക്രൂരമായ അവഗണനയെ അവർ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മന്ത്രി പറഞ്ഞത് എന്താ? നിങ്ങൾ വികസനമൊന്നും ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും. ഈ സംസ്ഥാനം 1957 മുതൽ കൊണ്ടുവന്ന നിരവധി നടപടികളിലൂടെ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലെത്തി, ആരോഗ്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ. പക്ഷേ കേന്ദ്രമന്ത്രി പറയുകയാണ്, നിങ്ങൾ കുത്തുപാളിയെടുക്കൂ, എന്നിട്ട് വേണമെങ്കിൽ പണം നൽകാം. മറ്റൊരു കേന്ദ്രമന്ത്രി പറയുന്നത് എന്താ? നിങ്ങൾ അധികം പുലമ്പൊന്നും വേണ്ട, നിങ്ങളങ്ങനെ പുലമ്പിയാലൊന്നും പണം കിട്ടൂല. ഈ 2 കേന്ദ്രമന്ത്രിമാരും കേരളത്തിന് പൊതുശല്യമാണ്. അങ്ങനെ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ വന്ന് നാടിൻ്റെ ക്ഷേമവും വികസനവും പരിഗണിക്കാതെ മുന്നോട്ട് പോയാൽ ജനം അതിശക്തമായി പ്രതികരിക്കും. അധികാരം കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ അടിമകളാക്കിയിട്ട് കാണാൻ പാടില്ല. മുകേഷ് MLAക്കെതിരെ ലൈംഗിക പീഡന പരാതി തെളിഞ്ഞെന്ന് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും തള്ളിപ്പറയാൻ തയ്യാറാകാതെ CPM വനിതാ നേതാക്കൾ. വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി അടക്കം മുകേഷിനെ പിന്തുണച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കോടതി ശിക്ഷിക്കുന്ന പക്ഷം 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷയ്ക്ക് വിധേയനാക്കി കഴിഞ്ഞാലാണ് MLA സ്ഥാനം രാജിവെക്കേണ്ടതായിട്ടുള്ളത്. കേസിന്റെ വിചാരണ നടന്ന് കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം ധാർമ്മിക പ്രശ്നം മാത്രമാണ് ചോദിക്കുന്നത്, നിയമപ്രശ്നമല്ല. ധാർമ്മിക ഓരോ ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കാനാണെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. നിയമപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കോടതി 2 വർഷത്തിലധികം ശിക്ഷിച്ചാൽ മാത്രം MLA സ്ഥാനം രാജിവെച്ചാൽ മതിയെന്ന് P സതീദേവി പ്രതികരിച്ചു. കോടതിയിൽ വിചാരണ നടക്കണം, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തണം, അതിനുശേഷമേ ഇത്തരം ചർച്ചകളുടെ ആവശ്യമുള്ളൂ എന്നും സതീദേവി പറഞ്ഞു. ധാർമ്മികത ഓരോരുത്തർക്കും ഓരോന്നാണ്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കണോ എന്ന് മുകേഷാണ് തീരുമാനിക്കേണ്ടതെന്നും സതീദേവി പറഞ്ഞു. CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി MP ജയരാജൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. തളിപ്പറമ്പിൽ നടക്കുന്ന ജില്ലാ സമ്മേളനമാണ് MP ജയരാജനെ വീണ്ടും സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. പുതിയ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ, DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി എന്നിവർ പുതിയതായി തെരഞ്ഞെടുത്ത ജില്ലാ കമ്മിറ്റിയിൽ ഇടം നേടി.
MV നികേഷ് കുമാറും CPIM ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. MV നികേഷ് കുമാർ, K അനുശ്രീ, P ഗോവിന്ദൻ, KPV പ്രീത, N അനിൽകുമാർ, CM കൃഷ്ണൻ, മുഹമ്മദ് അഫ്സൽ, സരിൻ ശശി, K ജനാർദ്ദനൻ, CK രമേശൻ എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിലെ പുതുമുഖങ്ങൾ. ജില്ലാ സെക്രട്ടറിയായിരുന്ന P ജയരാജൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനെ തുടർന്നാണ് MV ജയരാജൻ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ടത്. പിന്നീട് 2021 ജില്ലാ സമ്മേളനത്തിൽ ജയരാജൻ വീണ്ടും സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നും മത്സരിച്ചെങ്കിലും KPCC അധ്യക്ഷൻ K സുധാകരനോട് MV ജയരാജൻ പരാജയപ്പെട്ടിരുന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായ MV ജയരാജൻ CITUവിന്റെ കേന്ദ്ര പ്രവർത്തക സമിതി അംഗവുമാണ്. ദേശീയപാതയോരത്തെ സമാന്തര റോഡിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം. ബാലത്തിലെ സർവീസ് റോഡിൽ വലുപ്പമേറിയ വാഹനങ്ങൾക്കാണ് വിലക്ക്. ട്രാഫിക് പോലീസ് സ്ഥാപിച്ച വേഗത നിയന്ത്രണ മുന്നറിയിപ്പ് ബോർഡിന് സമീപത്താണ് വാർപ്പിന്റെ വലുപ്പമേറിയ ബീം സ്ഥാപിച്ച് റോഡിന്റെ വീതി കുറച്ചത്. ഇതുകാരണം ഈ സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്ന ലോറികളും ബസ്സുകളും കടന്നുപോകാനാകാതെ സ്ഥലത്ത് ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നുണ്ട്. പിന്നിൽ ടോൾ പിരിവ് സംഘമെന്നും ആരോപണമുണ്ട്. കാറുകൾ പോലുള്ള ചെറിയ വാഹനങ്ങൾ കഷ്ടിച്ചാണ് ഇതുവഴി കടന്നുപോകുന്നത്. ചില വാഹനങ്ങൾ ഈ ബീമിൽ തട്ടി ബോഡിക്ക് കേടുപാടുകളും സംഭവിക്കുന്നുണ്ട്. ബാലത്തിൽ നിന്നും കൊളശ്ശേരിയിലേക്കും തിരിച്ച് ബാലത്തിലേക്കുമുള്ള സമാന്തര റോഡിലും ഇരുവശങ്ങളിലുമായാണ് മുന്നറിയിപ്പൊന്നുമില്ലാതെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ടോൾ പിരിവുകാരാണ് ഇതിനു പിന്നിലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കൊളശ്ശേരിയിൽ നിന്ന് ബാലത്തിൽ പോകുന്ന റോഡും ബാലത്തിൽ നിന്ന് കൊളശ്ശേരിക്ക് വരുന്ന റോഡും വലിയ ബ്ലോക്കർ വെച്ചിട്ട് റോഡ് ബ്ലോക്കാക്കിയിട്ടുള്ളത്. ചെറിയ വാഹനങ്ങൾ തന്നെ കഷ്ടിച്ചാണ് കടന്നു പോകുന്നത്. വലിയ വാഹനങ്ങൾ ഒരു അതിൽ കൂടി പോകുന്നതാണ്. ടോളുകാർ പ്രശ്നമാക്കിയതാണ്, അവർ ടോളുകാർ ബ്ലോക്കാക്കിയതാണ്. എന്നുവെച്ചാൽ നാട്ടിലെ വണ്ടികൾ അത് ബ്ലോക്കാക്കിക്കൊണ്ട് ഒരു വിധത്തിലും പോകാൻ പറ്റുന്നില്ല. അതുകൂടാതെ സ്കൂളുകൾ, കുറേ സ്കൂൾ വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നതാണ്. അതും ഇവർ വെച്ചതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും വിഷമമാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ കുട്ടികളും സ്കൂൾ വാഹനങ്ങൾക്കും ഭയങ്കര പ്രശ്നമാണ്. അത് അർജൻറ്റായിട്ട് അത് നീക്കം ചെയ്തു തരണമെന്ന് പോലീസുകാരോടും അതിൻ്റെ അധികാരികളോടും ഒന്ന് അപേക്ഷിക്കുകയാണ്. കല്ലുകളും മറ്റും ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളും ടോൾ അടക്കാതെ സർവീസ് റോഡ് വഴി കടന്നുപോകുന്നത് തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിൽ നടന്ന ചർച്ചയിൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയപ്പോൾ റോഡ് ടാർ ചെയ്യാനും അറ്റകുറ്റപ്പണികൾക്കുമായാണ് അടച്ചതെന്നാണ് ലഭിച്ച മറുപടി. എന്നാൽ അധികാരികളെ തെറ്റിദ്ധരിപ്പിക്കലാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യമെന്ന് നാട്ടുകാർ പറയുന്നു. പ്രവൃത്തി ദിനങ്ങളിൽ നിരവധി സ്കൂൾ കോളേജ് ബസ്സുകൾ സമീപ പ്രദേശങ്ങളിൽ വിദ്യാർത്ഥികളെ ഇറക്കാൻ ഈ സർവീസ് റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. റോഡ് വീതി കുറച്ച് ബീം സ്ഥാപിച്ചതോടെ വലുപ്പമേറിയ വാഹനങ്ങളെ കൂടാതെ ഇത്തരം ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും ടോൾ നൽകി കടന്നുപോകേണ്ട സ്ഥിതിയാണുള്ളത്. ഇതുകാരണം വിദ്യാർത്ഥികൾക്ക് സ്വന്തം വീടുകൾക്ക് സമീപം ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. പ്രശ്നത്തിന് അധികാരികൾ ഇടപെട്ട് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് ദേശവാസികളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ആവശ്യം. കടുവത്തൂരിൽ പുല്ല് തിന്ന പശുക്കൾ അവശനിലയിലായി ചത്തു. ക്ഷീരകർഷകനായ ഹുദ മസ്ജിദിന് സമീപം ഞോലയിൽ കുനിയിൽ ഫയാസിന്റെ 2 പശുക്കളാണ് ചത്തത്. ഭക്ഷ്യവിഷബാധയേറ്റാണ് പശുക്കൾ ചാവാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ച പകലോടെയാണ് സംഭവം. കടുവത്തൂർ മേഖലയിലെ അറിയപ്പെടുന്ന ക്ഷീരകർഷകനാണ് ഫയാസ്. ഫയാസിന്റെ 5 പശുക്കളിൽ 2 തിങ്കളാഴ്ച രാവിലെയും ഉച്ചയ്ക്കുമായി ചത്തത്. കറവ പശുവും കിടാവുമാണ് ചത്തത്. റിട്ടയേർഡ് സീനിയർ വെറ്റിനറി സർജൻ രവിപ്രസാദ് സാമ്പിൾ എടുത്ത് കണ്ണൂർ വെറ്റിനറി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പച്ചപ്പുല്ലിൽ നിന്നുമേറ്റ ഭക്ഷ്യ വിഷബാധയാകാം മരണകാരണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു വയറ് വീർത്തിട്ടുണ്ട്. ഡോക്ടർ വേഗം പറഞ്ഞു. അപ്പോൾ വേഗം ഞാൻ ഒരു 8:35 വന്നപ്പോൾ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇരുത്തിക്കാൻ പറഞ്ഞു. ഇരുത്തിയ ശേഷം പിന്നെ ഗ്യാസ് കുത്താൻ വേണ്ടി സൂചിയിൽ കുത്തുമ്പോൾ തന്നെ അപ്പം സ്പോട്ടിൽ കുത്തിയ ശേഷം എടുക്കുകയും ഉടനെ തന്നെ പശു മറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ണ് അതിൻ്റെ ഈലം അതിൻ്റെ അകിട് എല്ലാം നോക്കുമ്പോൾ നല്ല നീല കളർ ഉണ്ടായിരുന്നു. നീല കളർ കേട്ടോ, ഒരു വയലറ്റ് കളർ ഉണ്ടായിരുന്നു. നമ്മുടെ ഇംഗ്ലീഷിൽ സൈനോസിസ് എന്ന് പറയും, സൈനോട്ടിക് മെമ്പറിൻ എന്ന് പറയും, സൈനോസിസ്. അപ്പോൾ ആ കളർ ബ്ലൂയിഷ് വയലറ്റ് കളർ കണ്ട ശേഷം അത് വിഷാംശങ്ങൾ നമ്മൾ മനസ്സിലായി. പിന്നെ ഭക്ഷണത്തിൽ കൂടി വന്നിട്ടുണ്ടാവും. ഒന്ന് പച്ചപ്പുല്ലോ ഇല്ല കൊടുത്ത വൈക്കോലോ ഇല്ല തീറ്റ ഇന്ന് പരിശോധിച്ചാൽ പറയാൻ പറ്റും. അപ്പോൾ അത് അടിസ്ഥാനത്തിൽ നിലവിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കണ്ടാൻ, ബാക്കിയുള്ള പശുക്കൾ കൊടുക്കണ്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്, നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മയിൽ കൊയമ്പ്രത്ത്, വാർഡ് അംഗങ്ങളായ നെല്ലൂർ ഇസ്മയിൽ മാസ്റ്റർ, വി കെ തങ്കമണി, സി കെ സുലൈഖ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എ കെ സുരേഷ്, ഇ കെ പവിത്രൻ എന്നിവർ ഫയാസിൻ്റെ വീട്ടിലെത്തി. ക്ഷീരകർഷകനായ ഫയാസിനൊപ്പം നിൽക്കുമെന്നും എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ പറഞ്ഞു. സാധാരണ ഫുഡ് പോയ്സനാണ് എന്നാണ് പറയാൻ കഴിയുന്നത്. രാവിലെ ഇവരെഴുന്നേറ്റപ്പോൾ തൊഴുത്തിൽ ചെന്നപ്പോൾ പശുവിനെന്തോ അസ്വസ്ഥത തോന്നുകയും വേഗം തന്നെ ഡോക്ടറെ വിളിക്കുകയും പെട്ടെന്ന് തന്നെ മരണപ്പെടുകയാണ് ചെയ്തത്. രാവിലെ ഒരു പുല്ല് തിന്ന് എന്നല്ലാതെ വേറെ ഒന്നും ഭക്ഷണം കൊടുത്തിട്ടില്ല. എങ്കിലും രക്ഷിക്കാനായിട്ടില്ല. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ഞങ്ങൾ വാങ്ങിക്കൊടുക്കാൻ തയ്യാറാണ്. ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് ഭാഗത്തു നിന്നാണോ ഇവർക്ക് ധനസഹായം കിട്ടുക ആ ഭാഗത്ത് അന്വേഷിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും. ഇന്നും കാലഹരണപ്പെടാത്ത നിഘണ്ടുവായി ഗുണ്ടർട്ടിന്റെ നിഘണ്ടു നിലനിൽക്കുന്നുവെങ്കിൽ അത് രചിക്കാൻ അദ്ദേഹം വഹിച്ച പങ്ക് എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ഹെർമൻ ഗുണ്ടർട്ടിന്റെ ജന്മദിന ആഘോഷവും അനീഷ് പാതിരിയാട് എഴുതി GV ബുക്സ് പ്രസിദ്ധീകരിച്ച ഹെർമൻ ഗുണ്ടർട്ട് പുസ്തക ചർച്ചയും തലശ്ശേരി പ്രസ് ഫോറം ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകമല്ല എന്ന്, നമുക്കാർക്കും സ്വന്തമായ ലോകങ്ങളില്ല എന്ന്, നാം എല്ലാവരും ഒരു ലോകത്തിൽ ജീവിക്കുന്നവരാണ് എന്ന അവബോധം ഈ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് അനീഷ് അവതരിപ്പിക്കുന്നത് ഗുണ്ടർട്ട് എന്ന ഒരു ക്രിസ്ത്യൻ മിഷണറി എങ്ങനെ ഒരു സമകാലിക സംസ്കൃതിയുമായി സംവദിച്ചു എന്നുള്ളത്. അത് ആ ഒരു സംവാദന ക്ഷമത ഒരുപക്ഷെ ഈ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സംവാദന ക്ഷമതയാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഗുണ്ടർട്ടിന് 30-ലധികം ഭാഷകൾ അറിയാമായിരുന്നു എന്നാണ് അനീഷിന്റെ രചനയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ചില മനുഷ്യർ അങ്ങനെയാണ്, ഭാഷ പഠിക്കുന്നതിൽ അസാധാരണമായ പ്രാവീണ്യമുള്ളവർ. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ജർമ്മൻകാരനായിരുന്നു അദ്ദേഹം എന്നുള്ളതുകൊണ്ട് ജർമ്മൻ ഭാഷയാണ് വളരെ സങ്കീർണമായ ഭാഷ. ലോകത്തെ ഭാഷകൾ കുറച്ച് ഭാഷയൊക്കെ ഞാനും പഠിക്കാൻ ഇടവന്നിട്ടുണ്ട്. പഠിച്ചപ്പോൾ നമ്മുടെ ഹേഗൽ പറയുന്നൊരു ചിന്തയുണ്ട്, തത്വചിന്ത പഠിക്കണമെങ്കിൽ ഐദർ യു മസ്റ്റ് നോ ഗ്രീക്ക് ഓർ ജർമ്മൻ. ഗ്രീക്കോ ജർമ്മനോ പഠിക്കാത്ത ആർക്കും ഒരു തത്വജ്ഞാനിയാകാൻ പറ്റില്ല എന്ന് അദ്ദേഹം. ഭൗതിക തലത്തിലും സാഹിത്യ തലത്തിലും മനുഷ്യത്വത്തോടെ ഇടപെട്ട മാതൃകാ വ്യക്തിത്വമായിരുന്നു മിഷണറിയായ ഗുണ്ടർട്ടിൻ്റേത്. ഗുണ്ടർട്ട് എന്ന ക്രിസ്ത്യൻ മിഷണറിയെ സമകാലിക സംസ്കൃതിയുമായി സംവദിക്കാൻ പുസ്തകത്തിന് കഴിഞ്ഞു. ആ കാലഘട്ടത്തിൻ്റെയും ദേശത്തിൻ്റെയും ചരിത്രവും സംസ്കൃതിയും അവതരിപ്പിച്ച പുസ്തകം ഗുണ്ടർട്ടിനെ സമഗ്രമായി മനസ്സിലാക്കാൻ വഴിതെളിക്കുമെന്നും മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. തലശ്ശേരി നഗരസഭാധ്യക്ഷ KM ജമുന റാണി ടീച്ചർ മുഖ്യാതിഥിയായി. KK മാരാർ പുസ്തക പരിചയം നടത്തി. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്താർ അധ്യക്ഷത വഹിച്ചു. GV ബുക്സ് MD GV രാകേഷ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മൊകേരി, ദേവദാസ് മാടായി, പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറി സെക്രട്ടറി P ദിനേശൻ, N സിറാജുദ്ദീൻ, അനീഷ് പാതിരിയാട് എന്നിവർ സംസാരിച്ചു. പ്രശാന്ത് പട്ടൻ, TC സുധാകരൻ എന്നിവർ സംബന്ധിച്ചു. തലശ്ശേരി BMP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനയാത്ര ഒരുക്കി അധ്യാപകരുടെ മാതൃക. 5 മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് പഠനയാത്ര ഒരുക്കിയത്. തലശ്ശേരി നഗരസഭാംഗം ഫൈസൽ പുനത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. BMP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനയാത്രയൊരുക്കി അധ്യാപകർ. ഞായറാഴ്ച BMP ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 മുതൽ 8 വരെയുള്ള കുട്ടികൾക്കാണ് അധ്യാപകർ സൗജന്യ പഠനയാത്ര ഒരുക്കിയത്. തലശ്ശേരി നഗരസഭ വാർഡ് കൗൺസിലർ ഫൈസൽ പുനത്തിൽ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് KSRTC ബജറ്റ് ടൂറിസത്തെ ഉപയോഗപ്പെടുത്തിയുള്ള പഠനയാത്ര വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമാകുമെന്ന് പ്രധാനാധ്യാപിക ദീപ ലില്ലി സ്റ്റാൻലി പറഞ്ഞു. ഇന്ന് നമ്മൾ 5 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ പഠനയാത്രയാണ് ഒരുക്കിയിട്ടുള്ളത്. അത് സർക്കാരിൻ്റെ ഒരു പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, എല്ലാ കുട്ടികളെയും പഠനയാത്രയിൽ ഉൾക്കൊള്ളിക്കണമെന്ന്. കാരണം സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത കുട്ടികളും ഈ ടൂറിന് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്
നമ്മൾ ഈ ഒരു പുതിയൊരു ആശയത്തെ ഇക്കൊല്ലം തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ക്യാപ്ഷൻ തന്നെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷനുള്ള ഒരു ക്യാപ്ഷനാണ് 5 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ യാത്ര ഒരുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഇക്കൊല്ലം തന്നെ അത് പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. നമ്മൾ KSRTC ബസ്സിലാണ് യാത്ര പോകുന്നത്. തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ്, അതേപോലെ തന്നെ തോണിക്കടവ്, കരിയാത്തുംപാറ എന്നീ സ്ഥലങ്ങളിലേക്കാണ് ആദ്യമായിട്ട് നമ്മൾ പോകുന്നത്. 46 കുട്ടികളും അതോടൊപ്പം തന്നെ 7 അധ്യാപകരും അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു പഠനയാത്ര. അതേപോലെ തന്നെ കുട്ടികളുടെ ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പറയുന്നത് പോലെ കുട്ടികളുടെ തന്നെ ഭക്ഷണം കൊണ്ടുവന്ന് ഷെയർ ചെയ്ത് കഴിക്കുന്ന ഒരു ഇതാണ്. ഉച്ചഭക്ഷണമൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് ആണ് കരുതിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്നുള്ളൊരു ആശയമായിരുന്നു, അത് പ്രൊമോട്ട് ചെയ്തു. സ്കൂളിലെ അധ്യാപകൻ TP ഹബീബിന്റെ നേതൃത്വത്തിലാണ് 46 അംഗ സംഘം കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചത്. കുട്ടികളുടെ പണം കൊണ്ട് അധ്യാപകർ വിനോദസഞ്ചാരം നടത്തുന്നുവെന്ന വ്യാപക പ്രചരണം നടക്കുന്ന ഘട്ടത്തിലാണ് BMB സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനയാത്ര ഒരുക്കി മാതൃകയാകുന്നതെന്ന് ഹബീബ് പറഞ്ഞു. 28 വർഷത്തെ പാരമ്പര്യമുള്ള BMB സ്കൂള് ഓരോ വർഷവും പുതിയ ഓരോ പദ്ധതികളുമായിട്ടാണ് വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് വരാറ്. 2 വർഷങ്ങൾക്ക് മുമ്പ് മറ്റ് സ്കൂളുകൾക്ക് മാതൃകയാവുന്ന രീതിയിൽ അകത്തളത്തിൽ ഒരു ടർഫ് കോർട്ട് സ്ഥാപിച്ചുകൊണ്ടാണ് വന്നത്. ഈ വർഷം മുതൽ നമ്മുടെ BMB സ്കൂൾ ആരംഭിച്ചിരിക്കുന്നത് 5 മുതൽ 8ാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര ഒരുക്കിക്കൊണ്ടാണ്. നമ്മുടെ തലശ്ശേരിയിൽ തന്നെ പണമില്ലാത്തതിൻ്റെ പേരിൽ യാത്രയ്ക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ വിദ്യാലയത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപകർ ഇങ്ങനൊരു തീരുമാനത്തിന് മുമ്പോട്ട് പോകുന്നത്. രണ്ടാമത് ബജറ്റ് ടൂറിസമാണ്. കേരള സർക്കാരിൻ്റെ KSRTC ബജറ്റ് ടൂറിസം പദ്ധതിയെ വിദ്യാർത്ഥികളിലേക്കും പൊതുസമൂഹങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത്. അതിനുവേണ്ട എല്ലാ സഹകരണവും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഹെഡ് മിസ്ട്രസിൻ്റെ ഭാഗത്തു നിന്നുമെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിതുമായി മുമ്പോട്ട് പോവുകയാണ്. മറ്റ് വിദ്യാലയങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് ഒരു മുന്നേ നടത്തമാണ് BMBയുടേത്. വിദ്യാർത്ഥികളും യാത്രയുടെ ത്രിൽ മറച്ചുവെച്ചില്ല. BMB സ്കൂളിൽ നിന്ന് തന്നെ ഇപ്രാവശ്യം പഠനയാത്ര സൗജന്യമായിട്ട് പോകുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഈ സ്കൂളിൽ നിന്ന് തന്നെ സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവരെയും കൂടി പരിഗണിച്ചാണ് ഈ പഠനയാത്ര. വളരെ സന്തോഷം. കതിരൂരിലെ ചന്ദ്രനും കുടുംബവും ഇനി സ്നേഹവീട്ടിൽ അന്തിയുറങ്ങും. കതിരൂർ ചുണ്ടങ്ങാപ്പൊയിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സ്നേഹവീട് നിർമ്മിച്ചത്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ താക്കോൽ കൈമാറി. ദത്ത് ഗ്രാമമായ വേളൂരിലാണ് കതിരൂർ ചുണ്ടങ്ങാപ്പൊയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്, PTA, SMC എന്നിവ കൈകോർത്ത് ചന്ദ്രനും പുഷ്പയ്ക്കും 4 മക്കൾക്കും വീട് ഒരുക്കിയത്. വീടിന്റെ വയറിംഗ് ജോലികൾ വയർമെൻ അസോസിയേഷൻ സൗജന്യമായി ചെയ്തു നൽകിയപ്പോൾ പെയിന്റിംഗ് പ്രവൃത്തികൾ കതിരൂർ ടൗൺ ലയൺസ് ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തി. EMS സാംസ്കാരിക കേന്ദ്രം, നാട്ടുകാർ എന്നിവരും സഹായഹസ്തങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ താക്കോൽ കൈമാറി. താക്കോൽ ദാനമല്ല, താക്കോൽ കൈമാറ്റമാണ് നിർവഹിക്കുന്നതെന്നും നേരത്തെ NSS വളണ്ടിയറായിരുന്നു താനെന്നും ഇത്തരം പ്രവൃത്തികൾ മാതൃകാപരമാണെന്നും സനിൽ പറഞ്ഞു.
പഴയ ഒരു NSS വളണ്ടിയർ എന്നുള്ള നിലയിൽ ഇങ്ങനെ മഹത്തായ ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ പുതിയ തലമുറയിലെ കുട്ടികളും അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരും തയ്യാറായി എന്നുള്ളത് എത്ര അഭിനന്ദിച്ചാലും മതി വരാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ സമയത്ത് പരിമിതികൾക്കിടയിലും ചുണ്ടങ്ങാപ്പൂർ സ്കൂളിലെ കുട്ടികളും അവിടുത്തെ PTA സംവിധാനവും വികസന സമിതിയും എല്ലാം ചേർന്ന് എടുത്ത ഈ തീരുമാനവും അത് വിജയത്തിലെത്തിക്കാൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള പങ്കിനും പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ താക്കോൽ ദാനം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്, വാക്കൊന്ന് മാറ്റി താക്കോൽ കൈമാറ്റാക്കുന്നതായിരിക്കും നല്ലത്. യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നും ഇവർക്ക് ദാനമായിട്ട് കൊടുക്കുന്നതല്ല. ഇവിടെ ഇപ്പോൾ മക്കളെല്ലാവരും കൂടി ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറ്റ് എന്തെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങളാരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണേണ്ടതില്ല. നാട്ടിലെ മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നുള്ളത് മാത്രം. ആ ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഒരു ചെറിയ ഘട്ടമെങ്കിലും മുന്നോട്ട് പോകേണ്ട അനിവാര്യത ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മുടെ കേരളത്തിനകത്ത് എല്ലാവരെയും ഒരു തുല്യ സ്വഭാവത്തിലേക്ക് എത്തിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. സ്വാഭാവികമായും വലിയ മാറ്റം അനിവാര്യമായിട്ടുള്ളൊരു മേഖലയാണ് പട്ടികവർഗ മേഖല എന്നത്. ആ മേഖലയിൽ സർക്കാർ ഇടപെടലിൻ്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൻ്റെ ഒരു പഠനയാത്ര അട്ടപ്പാടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഈ ജലസംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് പോയത്. യാദൃശ്ചികമായി അവിടുത്തെ ഒരു പട്ടികവർഗ കോളനിയിൽ പോയപ്പോൾ, ഇരുള വിഭാഗത്തിലെ ഒരു കോളനിയിൽ പോയപ്പോൾ 12 വീടാണ് അവിടെ. അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം, ആ 12 വീട്ടിലെ നമ്മളന്ന് പോയപ്പോൾ സംസാരിച്ച 2 വീട്ടിലെ പെൺകുട്ടികൾ, അവർ M.Tech ഹോൾഡേഴ്സ്. ഒരാൾ M.Tech ആണ്, ഒരാൾ B.Tech. NSS കണ്ണൂർ സൗത്ത് കൺവീനർ KM പ്രേംജിത്ത് മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് A വിനോദൻ അധ്യക്ഷത വഹിച്ചു. NSS ക്ലസ്റ്റർ കൺവീനർ KP ഷമീമ, പ്രധാനാധ്യാപിക M ശ്രീരഞ്ജിനി, SMC ചെയർമാൻ ചന്ദ്രൻ മാസ്റ്റർ, വിനോദ് പുതിയ വീട്ടിൽ, KC മിനി, TA ഫ്രാൻസിസ്, BR രഷ്ണ, K രസിത, CV ധനേശൻ, EK നാരായണൻ, KK പ്രേംരാജ്, KV ഷനീബ്, രഞ്ജിത്ത് തോട്ടത്തി, KC സദാനന്ദൻ, ഇലക്ട്രീഷ്യൻ സുമേഷ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ KK ബാലകൃഷ്ണൻ സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ ബിനുഷ ബായ് നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold,
Talasheri, Kannur, Kozhikode. അതെ, മണ്ഡലത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാകും. അങ്ങനെ നമ്മളൊന്നും ചെയ്തില്ല എന്ന് പറയരുത്. കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു. എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഫണ്ട് വേണ്ടേ? ബഹളം നിർത്ത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണ ടൈലിടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പോരെ? അല്ല പറ, ഇത്തവണ ABCന്റെ ഓഫർ ഉണ്ടല്ലേ? പിന്നല്ലാതെ. ABCയുടെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല, ABCക്കാ. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ? ഹേ ഗായു, എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ് ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ് ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. വാർത്തകൾ തുടരുന്നു. CPIM പാനൂർ ലോക്കൽ കമ്മിറ്റി അംഗവും CITU ഏരിയ ഭാരവാഹിയുമായിരുന്ന T. ചന്ദ്രന്റെ 7ാമത് ചരമവാർഷിക ദിനാചരണം നടത്തി. പാനൂരിൽ കിഴക്കേ ചമ്പാട് രാജമാസ്റ്റർ സ്മാരക സ്തൂപം കേന്ദ്രീകരിച്ച് പ്രകടനവും T. ചന്ദ്രൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. പാനൂരിൽ കിഴക്കേ ചമ്പാട് രാജമാസ്റ്റർ സ്മാരക സ്തൂപം കേന്ദ്രീകരിച്ച് പ്രകടനവും T. ചന്ദ്രൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. N. അനൂപ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ശശിയേട്ടൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ ഇവിടെ വളരെ വിശദമായി അദ്ദേഹത്തെ ഓർത്തെടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെപ്പോലെയുള്ള പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ചന്ദ്രാട്ടൻ്റെ ഇന്നലകളിലെ ഇടപെടലും അദ്ദേഹം നയിച്ചിട്ടുള്ള പാനൂരിലും പരിസര പ്രദേശങ്ങളിലും ഉൾപ്പെടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിൻ്റെ ഓർമ്മകൾ നെഞ്ചേറ്റിക്കൊണ്ട് സഖാവ് ചന്ദ്രാട്ടൻ ഉൾപ്പെടെയുള്ള സഖാക്കളുടെ ധീരമായ മുന്നോട്ടേക്ക് നയിക്കൽ എന്നും ആവേശകരമായ ഒരു അനുഭവമായിട്ടാണ് എന്നെ സംബന്ധിച്ച് ചന്ദ്രാട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. KP ശശി അധ്യക്ഷനായി.
കെ പ്രേമൻ സ്വാഗതം പറഞ്ഞു. MP ബൈജു, കെ ശോഭന, പി പ്രസന്ന, പി മനോജ് എന്നിവർ സംസാരിച്ചു. മലബാർ ക്യാൻസർ സെന്റർ പന്തക്കൽ നവോദയ വിദ്യാലയത്തിൽ ലോക ക്യാൻസർ ദിനാചരണവും നേത്തി പത്രികാ പ്രകാശനവും സംഘടിപ്പിച്ചു. മാഹി മുൻ MLA ഡോക്ടർ വി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ രോഗത്തെക്കുറിച്ച് ചുരുങ്ങിയതൊരു കേട്ടറിവെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രമാത്രം മാരകമായ എന്ന് വെച്ചാൽ മരണത്തിന് കാരണമായേക്കാവുന്ന ഒരു മഹാമാരിയാണ് ക്യാൻസർ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ അത് കണ്ടമാനം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡോക്ടർ ഇവിടെ അവിടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ വല്ലാതൊരു ഭീതി. ക്യാൻസർ എന്ന് പറഞ്ഞാൽ മരണമാണ് എന്ന ഒരു ധ്വനി ഇതെങ്ങനെയോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നവോദയ പ്രിൻസിപ്പൽ ഡോക്ടർ KO രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. മലബാർ ക്യാൻസർ സെന്റർ പ്രിവന്റീവ് ആൻഡ് കമ്മ്യൂണിറ്റി ഓങ്കോളജി വകുപ്പ് മേധാവി ഡോക്ടർ AP നീതു ക്യാൻസർ പ്രതിരോധത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. മലബാർ ക്യാൻസർ സെന്റർ പ്രിവന്റീവ് ആൻഡ് കമ്മ്യൂണിറ്റി ഓങ്കോളജി വകുപ്പ് ഡോക്ടർ ഫിൻസ് M ഫിലിപ്പ് പുകയില നിയന്ത്രണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. മലബാർ ക്യാൻസർ സെന്റർ ആന്റി ടുബാക്കോ സെൽ TC പ്രദീപിന്റെ നേതൃത്വത്തിൽ കിസ് പ്രോഗ്രാം നടത്തി. ആരോഗ്യ പ്രദർശനവും നടന്നു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K സജീവൻ സ്വാഗതവും അധ്യാപകൻ KP ജിതിൻ നന്ദിയും പറഞ്ഞു. വിദേശത്തു പോകുന്ന യുവജനങ്ങൾ ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഭാരതത്തിന്റെ സംസ്കാരം പകർന്നു കൊടുക്കണമെന്ന് സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ആവശ്യപ്പെട്ടു. ശാന്തിഗിരി ആശ്രമം വള്ളിയായി ബ്രാഞ്ചിന്റെ വാർഷികവും ഫെബ്രുവരി 22-ന് തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമത്തിൽ നടക്കുന്ന പൂജിതപീഠം സമർപ്പണം ആഘോഷ സത്സംഗങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്വാമി. കർമ്മനിഷ്ഠമായ ജീവിതക്രമമാണ് ഭാരതീയ സംസ്കാരമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി പറഞ്ഞു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പും സഹജീവി സ്നേഹവും നമ്മുടെ സംസ്കാരത്തിന്റെ പ്രത്യേകതകളാണ്. മനുഷ്യ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ഭാരത സംസ്കാരത്തിലുണ്ട്. ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനും ജോലികൾക്കുമായി പോകുന്ന യുവജനങ്ങൾ അമൂല്യമായ നമ്മുടെ സംസ്കാരം ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് പകർന്നു നൽകണമെന്നും സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ആവശ്യപ്പെട്ടു. നമ്മുടെ പാരമ്പര്യമായ സംസ്കാരം പലപ്പോഴും പാശ്ചാത്യ സംസ്കാരത്തിന് അടിയറവ് വെച്ചപ്പോൾ നമ്മളെല്ലാവരും സ്വതന്ത്രനാകുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മക്കൾ വിദേശത്ത് പോയി പഠിക്കുവാൻ ശ്രമിക്കുമ്പോഴും അവിടുത്തെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. വിദേശത്താണ് എങ്കിൽ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ വീടുകളിൽ നിന്നും മക്കൾ പൊക്കോളണം. അവർ സ്വതന്ത്രമായി സ്വന്തം കാലിൽ ജീവിക്കണം. വല്ലപ്പോഴുമൊക്കെ വീട്ടിലേക്ക് വരുന്നുവെങ്കിൽ വരുന്നു എന്ന രീതിയായി. അച്ഛനും അമ്മയുമൊക്കെ ഈ ബർത്ത്ഡേയും അതുപോലെയുള്ള വീട്ടിലെ ആഘോഷങ്ങളും വിവാഹ വാർഷികമൊക്കെ പറയുന്ന സമയത്ത് അവർ വീട്ടിൽ വന്ന് മാതാപിതാക്കളെ കണ്ടു പോകുന്ന ഒരു സ്ഥിതിയായിരിക്കും. ഈ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് പോകുന്ന നമ്മുടെ മക്കൾ അവർ ആ സംസ്കാരം ആർജിച്ചെടുത്ത് എവിടെയാണോ അവർ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഈ സംസ്കാരം വളർത്തുന്ന ആളുകളായി മാറേണ്ടിയിരിക്കുന്നു. അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ വീടുകളിൽ അടച്ചിട്ടിരിക്കുന്നതോ മക്കൾ വീടുകളിൽ നിന്ന് വിദേശത്ത് പഠിക്കാൻ പോകുന്നതോ അതൊന്നും ഒരിക്കലും ഇനി ഇല്ലാതാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതിൻ്റെ കൂടെ നടക്കുവാനേ നമുക്ക് സാധിക്കുകയുള്ളൂ.
ആ സംസ്കാരത്തെ നമ്മുടെ സംസ്കാരവുമായി മാറ്റിയെടുത്ത് അവിടെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മൂല്യത്തിൻ്റെയും ഒക്കെ അർത്ഥങ്ങൾ പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. ആശ്രമം അഡ്വൈസറി കമ്മിറ്റി പേട്രൺ പി ദാമോദരൻ അധ്യക്ഷനായി. ചടങ്ങിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്ത അഡ്വക്കേറ്റ് എൻ ബ്രഹ്മദത്തിനെയും കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാതിയെയും സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ആദരിച്ചു. 50ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പി ദാമോദരൻ തങ്കമണി ദമ്പതികളെയും ചടങ്ങിൽ ആദരിച്ചു. സ്വാമി വന്ദനരൂപൻ ജ്ഞാനതപസ്വി ശാന്തിഗിരിയുടെ തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ഏരിയകളുടെ ഹെഡായി ചുമതലയേറ്റു. ശാന്തിഗിരി മാതൃമണ്ഡലം ചീഫ് ജനനി പൂജജ്ഞാന തപസ്വിനി, ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെഡ് സ്വാമി ഗുരുസവിത് ജ്ഞാന തപസ്വി എന്നിവർ സംബന്ധിച്ചു. ശാന്തിഗിരി ആശ്രമം അഡ്വൈസറി കമ്മിറ്റി അഡ്വൈസർ സബീർ തിരുമല, കണ്ണൂർ ഏരിയ ജനറൽ മാനേജർ മനോജ് മാത്തൻ, ശാന്തിഗിരി മാതൃമണ്ഡലം ഗവേണിംഗ് കമ്മിറ്റി കൺവീനർ സന്ധ്യാപ്രകാശ്, ശാന്തിഗിരി ശാന്തിമഹിമ തലശ്ശേരി ഏരിയ കോർഡിനേറ്റർ സൽപ്രിയൻ, ശാന്തിഗിരി ഗുരുമഹിമ ഗവേണിംഗ് കമ്മിറ്റി കൺവീനർ അനുശ്രീ മധുസൂദനൻ, ശാന്തിഗിരി വിശ്വസാംസ്കാരിക നവോത്ഥാന കേന്ദ്രം തലശ്ശേരി ഏരിയ സീനിയർ കൺവീനർ ടി രാജീവൻ എന്നിവർ പങ്കെടുത്തു. വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ശാന്തിഗിരി മാതൃമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊട്ടിയൂർ ആയുഷ് PH മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൗമ്യ നയിച്ച അമ്മയും കുഞ്ഞും ഒരേ ജീവന്റെ താളം ബോധവൽക്കരണ ക്ലാസും നടന്നു. ആശ്രമ സമുച്ചയം വലം വെച്ചുകൊണ്ട് ദീപപ്രദക്ഷിണവും നടന്നു. കതിരൂർ ആണിക്കാംപോയിൽ ഈസ്റ്റ് LP സ്കൂൾ 110ാം വാർഷികാഘോഷവും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും നടന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കതിരൂർ ആണിക്കാംപോയിൽ ഈസ്റ്റ് LP സ്കൂൾ 110ാമത് വാർഷികവും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും നടന്നു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP റംസീന ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P ഷാഗിൽ അധ്യക്ഷനായി. BRC കോർഡിനേറ്റർ PP ഷബ്നം, പ്രധാനാധ്യാപകൻ TK മനോജ് കുമാർ, മദർ PTA പ്രസിഡന്റ് ഡോക്ടർ മൈമൂന ലിറാർ, P മുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. മാനേജർ VK ഉഷ വിവിധ മേഖലകളിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. ബണ്ണി ഗാദറിംഗ് സർട്ടിഫിക്കറ്റ് വിതരണവും എജു ക്യാമ്പ് സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി താരമാകാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗ് നേതാവ് P ഷാദുലിയുടെ ഓർമ്മദിനത്തിൽ നാദാപുരത്ത് കുടുംബസംഗമവും സെമിനാറും സംഘടിപ്പിച്ചു. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ നാദാപുരം അൽ ഹുദ UP സ്കൂൾ അങ്കണത്തിലാണ് പരിപാടി നടന്നത്. സെമിനാർ സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ എല്ലാം വിഭിന്നമാണ്, വ്യത്യസ്തമാണ്. ഭാഷ, സംസ്കാരം, സ്വഭാവം, വസ്ത്രധാരണം, ഭക്ഷണരീതി, കാലാവസ്ഥ, അങ്ങനെ എങ്ങനെ പറഞ്ഞാൽ ഇതേപോലെ രാജ്യത്ത് നമുക്ക് വേറെ കാണാൻ കഴിയും. ഇതേപോലെ തന്നെയാണ് ഇവിടുത്തെ മതവിഭാഗങ്ങളും ജാതിയും ഉപജാതിയും 10,000-കണക്കിന് സംസ്കാരങ്ങൾ. ഇതെല്ലാം കൂടി സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഇന്ത്യ സംരക്ഷണമായി മുന്നോട്ട് പോകുക. അതിന് കോട്ടം പറ്റിയത് ആദ്യകാലത്തൊക്കെ അതിനുവേണ്ടി കുറെയെങ്കിലും സൂക്ഷ്മത പാലിച്ചൊരു കാര്യമുണ്ടായി. അതിനിടയ്ക്ക് അധികാര രാഷ്ട്രീയത്തിൽ പൊതുപൂണ്ട ചില ആളുകൾ ഒരു ലക്കും ലക്ഷണമില്ലാതെ മൂല്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാതെ ഭരണം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്ന ചില സന്ദർഭങ്ങളുണ്ടായി. കാര്യം വരുമ്പോൾ
ഇസ്മായിൽ സാഹിബ് 1967 മഹാസഖ്യം രൂപം കൊണ്ട സന്ദർഭത്തിൽ പറഞ്ഞു, ഇത് രാജ്യത്തിന് അപകടമാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് അഭിമാനബോധമുണ്ടാക്കിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും ഹരിത രാഷ്ട്രീയം വിഭാവനം ചെയ്യുന്ന ആശയങ്ങൾക്ക് പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും കുറുക്കോളി പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ എം പി സൂപ്പി അധ്യക്ഷനായി. ജനറൽ കൺവീനർ എം കെ അഷ്റഫ് സ്വാഗതം പറഞ്ഞു. UDF ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ മോഡറേറ്ററായി. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത് വിഷയം അവതരിപ്പിച്ചു. മാഹി ചാലക്കര വയൽ പോന്തയാട്ട് പ്രദേശത്തെ കൂട്ടായ്മയായ സമന്വയ റെസിഡൻസ് അസോസിയേഷന്റെ 1ാം വാർഷികാഘോഷം വിവിധ കലാകായിക പരിപാടികളോടെ ആഘോഷിച്ചു. ചാലക്കര ഇന്ദിരാഗാന്ധി പോളിടെക്നിക് കോളേജിലാണ് പരിപാടി നടന്നത്. സമന്വയ റെസിഡൻസ് അസോസിയേഷന്റെ 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശം വളർന്നു വരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. പണ്ടത്തെ പോലെയല്ല. ഒരു കുടുംബം എന്നത് ഭാര്യയും ഭർത്താവും, ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടികൾ, അതിൽ കൂടുതൽ കുട്ടികൾ ആർക്കും തന്നെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. വളരെ അപൂർവമായി മാത്രം അങ്ങനെ അല്ലാതിരിക്കാം. അപ്പം അത്തരം കുട്ടികളെ പഠിപ്പിക്കാനും സൗജന്യമായി അവരെ ഡോക്ടർമാരാക്കി തീർക്കാനും സാധിച്ച ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ഏത് ഇടവഴിയിൽ കൂടെ പോകുമ്പോഴും ബോർഡ് വെച്ചിട്ടുണ്ടാകും ഡോക്ടർ എന്നയാൾ. അപ്പോൾ ഡോക്ടർമാരായി തീരുന്ന വ്യക്തികൾ, അതേപോലെ എഞ്ചിനീയർമാരായി തീർന്ന വ്യക്തികൾ, അതേപോലെ നഴ്സുമാർ തുടങ്ങിയവരൊക്കെ മാഹിയിൽ ഇന്ന് കൂടുതലാണ്. അത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമായി തന്നെ നാം കണക്കാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ എഞ്ചിനീയർമാരായിട്ടുള്ളത് മാഹിയിലാണ്. അസോസിയേഷൻ പ്രസിഡന്റ് സത്യൻ ഗെഹ്ലോത്ത് അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ PP റോഷൻദാസ്, KV മുരളീധരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് AP അശോകൻ, KK രാജീവ് മാസ്റ്റർ, ചാലക്കര പുരുഷു എന്നിവർ സംസാരിച്ചു. സത്യൻ കുനിയിൽ സ്വാഗതവും KV സന്ദീപ് നന്ദിയും പറഞ്ഞു. അവാർഡ് ജേതാവ് ചാലക്കര പുരുഷുവിനെ ചടങ്ങിൽ ആദരിച്ചു. മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. തലശ്ശേരി വടക്കുംപാട് മടത്തുംഭാഗം LP സ്കൂൾ 132ാം വാർഷികാഘോഷം സമാപിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്കൂൾ പരിസരത്ത് ദൃശ്യം എന്ന പേരിൽ നടത്തിയ പരിപാടികളുടെ സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ നിർവഹിച്ചു. നേട്ടങ്ങൾ കൊയ്തുകൊണ്ടാണ് മടത്തുംഭാഗം LP സ്കൂൾ മുന്നേറിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സ്ക്രിപ്റ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് അഭിമാനമാണ്. നമ്മുടെ മക്കൾ ഇത്രത്തോളം ഇങ്ങനെയെല്ലാം ഈ രീതിയിൽ എത്തിക്കഴിഞ്ഞു എന്നത്. തീക്കട്ടിയായ നമ്മുടെ മക്കളാ ഒരു കനല്, തീക്കനല് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ അതിൽ നിന്നൊരു ചെറു കാറ്റുകൊണ്ട് നമുക്ക് മക്കളെ വളർത്തിയെടുക്കാനും അവരെ ചേർത്ത് നിർത്താനും ഉള്ള അധ്യാപകരും, അതേപോലെ നമുക്കൊരു സമൂഹവും നമ്മുടെ രക്ഷിതാക്കളും ഉള്ളിടത്തോളം കാലം കുട്ടികൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുമെന്നാണ് നമുക്ക് ഇതിനെല്ലാം മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഹരികൃഷ്ണാനന്ദൻ അധ്യക്ഷനായി. നാടൻപാട്ട് കലാകാരൻ അഖിൽ ചിത്രൻ വിശിഷ്ടാതിഥിയായി. സ്കൂൾ പ്രധാനാധ്യാപിക GP സബിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. തലശ്ശേരി നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KA ബാബുരാജ്, GP ദീപ്തി ദിനകരൻ, അഡ്വക്കേറ്റ് GP ഗോപാലകൃഷ്ണൻ, പയ്യമ്പള്ളി രമേശൻ, AV രാജൻ മാസ്റ്റർ, C സഫീറ എന്നിവർ സംസാരിച്ചു.
BSS ദേശീയ പുരസ്കാര ജേതാവ് AV രത്നകുമാറിനെയും കവയിത്രി രംന വികാസ് കാരായിയെയും എഴുത്തുകാരി S സിത്താരയെയും ചടങ്ങിൽ ആദരിച്ചു. എൻഡോമെന്റ് വിതരണവും നടത്തി. തുടർന്ന് മടത്തുംഭാഗം LPയിലെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ ദൃശ്യവിരുന്ന് കേരളീയം അരങ്ങേറി. നൃത്തനൃത്യങ്ങൾ, ഒപ്പന, തിരുവാതിര, കളരിപ്പയറ്റ്, ദഫ്മുട്ട്, ഇംഗ്ലീഷ് സ്കിറ്റ്, സംഗീതശില്പം എന്നിവയും നടന്നു. പ്രിയമുള്ളവരെ, സൻഖാസ് ഷഫീഖ് വേദിയിൽ വന്ന് സ്വീകരിക്കേണ്ടതാണ്. AV ലീല മെമ്മോറിയൽ. കോടിയേരി NAM കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി PK ഐ കെയർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പാറാൽ അറബിക് കോളേജിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. കോടിയേരി NAM കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. തലശ്ശേരി PK ഐ കെയർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. പാറാൽ അറബിക് കോളേജിൽ ചേർന്ന ക്യാമ്പ് മാഹി CI ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. K കുഞ്ഞിമൂസ അധ്യക്ഷനായി. ബഷീർ ചെറിയാണ്ടി, CP പ്രസീൽ ബാബു, ഖാലിദ് മാസ്റ്റർ, MP ബഷീർ, ജലീൽ പാറാൽ, ലത്തീഫ് പാറാൽ, ഉബൈദ് പാറാൽ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. പള്ളൂർ സി സെന്റർ പ്രസിഡന്റ് ഇസ്മയിൽ ചന്ദ്രത്തിനെ ചടങ്ങിൽ ആദരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ചികിത്സയിൽ വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാണെന്ന് കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് ഖാലിദ് മാസ്റ്ററും PK ഐ കെയർ ഹോസ്പിറ്റൽ മാനേജർ ദീപക് ആർമേനോനും പറഞ്ഞു. ഏതാണ്ട് 100ഓളം രോഗികൾ ഈ ക്യാമ്പിൽ സംബന്ധിക്കുകയും നേത്രപരിശോധനയും രക്തപരിശോധനയും വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ NAM കൾച്ചറൽ സെൻ്ററിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സംരംഭങ്ങൾക്ക് മേലിലും ഈ നാട്ടിലെ ജനങ്ങളുടെയും മുഴുവൻ ആളുകളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ക്യാമ്പിൽ സാധാരണ രീതിയിൽ നമ്മുടെ ക്യാമ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ടുള്ളൊരു ഐ ചെക്കപ്പും അതേ തുടർന്ന് തുടർ ചികിത്സകൾ, അതായത് ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് തുടർ ചികിത്സകൾ PK ഐ കെയറിൻ്റെ നേതൃത്വത്തിൽ തന്നെ അവർക്ക് കുറഞ്ഞ ചിലവിൽ നടത്തി കൊടുക്കുന്നതായിരിക്കും. ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് 3 വിഭാഗം ആൾക്കാരാണ്. ഒന്ന് കുട്ടികൾ, രണ്ടാമത്തത് തിമിരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ, മൂന്നാമത്തത് ഡയബറ്റിസ് അല്ലെങ്കിൽ ഷുഗർ കണ്ണിനെ ബാധിച്ചിട്ടുള്ള ആൾക്കാർക്കുള്ള തുടർ ചികിത്സകളാണ്. മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കുള്ള തുടർ ചികിത്സകളാണ്. അപ്പോൾ തുടർ ചികിത്സകളുമായി ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് ഈ ക്യാമ്പ് കാർഡുമായിട്ട് വരുമ്പോൾ ഇവർക്ക് 2 ആഴ്ച കാലത്തോളം ഡോക്ടർ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ ഇവർക്ക് വരുന്ന സ്കാനിങ്ങുകൾ, അതായത് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കണ്ണിൻ്റെ ഉൾഭാഗത്ത് മരുന്ന് ഒഴിച്ചിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കാനിങ് എന്ന് പറയുമ്പോൾ OCT പോലെയുള്ള, അതായത് കണ്ണിൻ്റെ ഉൾഭാഗത്തൊരു ത്രിമാന ചിത്രം എടുക്കുന്നതാണ് OCT എന്ന് പറയുന്നത്. അതുപോലെയുള്ള സ്കാനിങ്ങുകൾക്ക് ഇവർക്കൊരു 20% വരെ അതിൻ്റെ ചാർജിൽ കുറവ്. ഒരിടവേള കൂടി. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഒരുക്കുന്നു ഞങ്ങൾ പെണ്ണിൻ മനം പോലെന്നും പൊന്മാംഗല്യം. Bobby Chamanur International Jeweler. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തൂവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും.
ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. മനേക്കര കുനിയാമ്പ്രത്ത് ശ്രീ എള്ളടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ തിറമഹോത്സവവും പ്രതിഷ്ഠാ വാർഷികവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ജനുവരി 31 ദേശവാസികളുടെ നാട്ടരങ്ങോടെയാണ് തിറമഹോത്സവത്തിന് തുടക്കമായത്. ശനിയാഴ്ച കോഴിക്കോട് യുവ ഇവന്റ്സിന്റെ കുനിയാമ്പ്രം ഫെസ്റ്റ് 2K25 നടന്നു. 22ഓളം കലാകാരന്മാരും 15ഓളം വാദ്യമേളക്കാരും പങ്കെടുത്തു. ഞായറാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കുട്ടിച്ചാത്തൻ, മണത്തണ കരിങ്കാളി, മുത്താച്ചിപ്പോതി, ഘണ്ടാകർണൻ, കാരണവർ, അങ്കക്കാരൻ, എള്ളടത്ത് ഭഗവതിയുടെ വെള്ളാട്ടങ്ങൾ, കലശം വരവ് എന്നിവ നടന്നു. ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ, സെക്രട്ടറി മനോഹരൻ, ട്രഷറർ KM രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. തലശ്ശേരി മേലൂട്ട് ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നാഗപ്രതിഷ്ഠാ വാർഷികം നടന്നു. നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. പാമ്പുമേക്കാട്ടുമനയിലെ തന്ത്രിവര്യൻ വല്ലഭൻ തിരുമേനിയുടെ മകൻ സുബ്രഹ്മണ്യന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും നടന്നു. നൂറുമ്പാലും സർപ്പബലി എന്നിവ നടന്നു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് KM ധർമ്മപാലൻ, സെക്രട്ടറി K ലിജിൻ, രേഷ്മ ദിവാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയ തന്ത്രിവര്യന്മാർക്ക് ക്ഷേത്ര കമ്മിറ്റി ദക്ഷിണ കൈമാറി. തന്ത്രിരക്ഷ അദ്ദേഹം വെക്കുന്ന മാത്രമേ എല്ലാവർക്കും സാധാരണ സർപ്പകാലിലെ പൂജ. ഭക്തർക്കുള്ള പ്രസാദ വിതരണവും നടന്നു. നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്.
വടക്കുംപാട് കാളിയിൽ പുളിഞ്ഞോളി ഭഗവതി ക്ഷേത്ര തിറമഹോത്സവത്തിന് കൊടിയേറി 4 ദിവസങ്ങളിലായാണ് തിറമഹോത്സവം നടക്കുന്നത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എ പ്രഭാകരൻ കൊടിയേറ്റം നടത്തി. വൈസ് പ്രസിഡന്റ് ശശി കരിമ്പന, എ മനോജ് കുമാർ, സി സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നാഗപൂജയും വൈകിട്ട് ഗണപതി ഹോമം, ശക്തിപൂജ എന്നിവയും നടന്നു. 4 ദിവസങ്ങളിലായാണ് തിറമഹോത്സവം നടക്കുന്നത്. കാവിൽ കയറൽ, വെള്ളാട്ടം, അങ്കക്കാരൻ, കരുണ എന്നിവയും നടക്കും. ചൊവ്വാഴ്ച വെള്ളാട്ടവും കരുണയും രാത്രി 11 മണിക്ക് കുളിച്ചെഴുന്നള്ളത്ത്, തിരുമുറ്റത്ത് പ്രവേശിക്കൽ, കലശം വരവ്, മേലേരി പ്രദക്ഷിണവും നടക്കും. ബുധനാഴ്ച പുലർച്ചെ മുതൽ ഗുളികൻ, ബപ്പൂരൻ, ശാസ്തപ്പൻ, അങ്കക്കാരൻ, ഘണ്ടാകർണൻ, ചെറിയ തമ്പുരാട്ടി, ഇളയടത്ത് ഭഗവതി, വലിയ തമ്പുരാട്ടി എന്നീ തെയ്യങ്ങൾ കെട്ടിയാടും. ഉച്ചയ്ക്ക് പ്രസാദസദ്യയും വൈകിട്ട് ഗുരുസിയും നടക്കും. പിണറായി പാണ്ഡ്യഞ്ചേരി പുതിയോടത്ത് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര തിറമഹോത്സവം 3 ദിവസങ്ങളിലായി നടന്നു. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരൽ ചടങ്ങിലും 100 കണക്കിന് ഭക്തർ പങ്കാളികളായി. വിങ്സ് ബോട്ടിക്യൂ ആൻഡ് ലേഡീസ് ടൈലറിംഗ് മാടപ്പീടികയിൽ ARS കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. വിങ്സ് ബോട്ടിക്യൂ ആൻഡ് ലേഡീസ് ടൈലറിംഗ് യൂണിറ്റ് മാടപ്പീടികയിൽ പ്രവർത്തനം ആരംഭിച്ചു. താര സങ്കീർത്ത്, കയാൻ ആകാശ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു.
MM സരോജിനി ആദ്യ വിൽപ്പന നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർമാരായ MM രാജലക്ഷ്മി, KM സുജാത എന്നിവരടക്കം ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും MV ജയരാജൻ. ജില്ലാ കമ്മിറ്റിയിലേക്ക് 11 പുതുമുഖങ്ങൾ. കേരളത്തെ പ്രതിനിധീകരിക്കുന്ന 2 കേന്ദ്രമന്ത്രിമാരും പൊതുശല്യമെന്ന് MV ജയരാജൻ. മുകേഷിനെ ന്യായീകരിച്ച് CPM വനിതാ നേതാക്കൾ. പീഡനക്കേസിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തട്ടെ എന്ന് വനിതാ കമ്മീഷൻ. കടവത്തൂരിൽ പുല്ലുതിന്ന 2 പശുക്കൾ ചത്തു. ഭക്ഷ്യവിഷബാധയെന്ന് പ്രാഥമിക നിഗമനം. ദേശീയപാതയോരത്തെ സമാന്തര റോഡിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം. വിലക്ക് പാലത്തിലെ സർവീസ് റോഡിൽ വലിപ്പമേറിയ വാഹനങ്ങൾക്ക്. പിന്നിൽ ടോൾ പിരിവ് സംഘമെന്ന് ആരോപണം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.